നമസ്കാരം. സനാതന ധർമ്മത്തിൽ അടുക്കളയ്ക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ അടുക്കളയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമോ അശുഭകരമോ ആയി ബാധിക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ നിറയുന്ന ചില കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്നു എന്നർത്ഥമാക്കാം. പറയുന്നത് അടുക്കളയുമായി ബന്ധപ്പെട്ട ഈ ലക്ഷണങ്ങളാണ്. അടുക്കള വശത്ത് ഞാൻ ഈ പരാമർശിക്കുന്ന ജീവികളെ കാണുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ ഉയർച്ച വന്നു ചേരാൻ പോകുന്നതിൻ്റെയും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ആ വീടുകളിൽ നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ്. ആ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ നൽകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയെ വന്ദിച്ചുകൊണ്ട് ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ജീവിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അണ്ണാനാണ്. അണ്ണാനെ നിങ്ങൾ ഇപ്രകാരം കാണുകയാണ് എങ്കിൽ, അഥവാ അടുക്കള വശത്ത് നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് തടസ്സങ്ങളാണ്. പലവിധ തടസ്സങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നിങ്ങൾ എങ്കിൽ ആ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതിൻ്റെ പ്രകടമായ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പല വിധത്തിലും തടസ്സങ്ങൾ, കാര്യ തടസ്സങ്ങൾ അകന്ന് കാര്യവിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ചെയ്യുന്ന പ്രവൃത്തികളിൽ അതിനാൽ വിജയ സാധ്യത, ധനപരമായ നേട്ടങ്ങളോ മറ്റ് നേട്ടങ്ങളോ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഈ ലക്ഷണം യാദൃശ്ചികമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മറ്റൊന്ന് ഉപ്പനാണ്. ഉപ്പന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. ഉപ്പനെ വീടുകളിൽ കാണുന്നത് പോലും ശുഭകരമാണ്. എന്നാൽ പ്രത്യേകിച്ചും അടുക്കള ഭാഗത്ത് കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഫലമായി വന്നു ചേരുന്നത് സമ്പൽ സമൃദ്ധിയാണ്. ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉയർച്ച വന്നു ചേരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയർച്ചകൾ വന്നു ചേരാം. അത് ധനപരമായ നേട്ടങ്ങളാകാം, അല്ലെങ്കിൽ മറ്റ് ശുഭകരമായ വാർത്തകൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകാം. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വന്ന് ചേരുന്നതാകാം. അത്തരത്തിൽ നിങ്ങൾക്ക് ഉയർച്ച അല്ലെങ്കിൽ നേട്ടങ്ങൾ സമ്മാനിക്കുവാൻ സാധിക്കുന്നതായ പലവിധ കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ലക്ഷ്മി നാരായണന്മാർ അഥവാ ഭാഗ്യദേവത സാക്ഷാൽ മഹാലക്ഷ്മി ദേവി തന്നെ നിങ്ങൾക്ക് നേരിട്ട് നൽകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. ശുഭകരമാണ് ലക്ഷണം. മറ്റൊന്ന് കുരുവിയാണ്. കുരുവി വീടുകളിൽ വരണം എങ്കിൽ ആ വീടുകളിൽ ഈശ്വരാധീനം കൂടിയേ തീരൂ. കൂടാതെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട് എങ്കിൽ, കടാക്ഷമുണ്ട്, സാന്നിധ്യമുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ കുരുവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ വീടുകളിൽ ലക്ഷ്മി വാസമുണ്ട് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യതകളുണ്ട് എങ്കിൽ, സാമ്പത്തികപരമായ പരാധീനതകളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നു. നിങ്ങൾക്ക് സന്തോഷകരമായ കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അത് നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് ചെയ്ത പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. പുതിയ അവസരങ്ങൾ വന്നു ചേരാം. നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. മറ്റൊന്ന് തത്തയാണ്. തത്തയ്ക്ക് നിരവധിയാർന്ന പ്രത്യേകതകളുണ്ട്. തത്തയെ വീടുകളിൽ കാണുന്നത് അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ്. മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇപ്രകാരം തത്തയെ കാണുവാൻ സാധിക്കും. അടുക്കള ഭാഗത്ത് ഇപ്രകാരം കാണുന്നത് മഹാലക്ഷ്മി കടാക്ഷത്താൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ, ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക്
സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കാം. ധനപരമായ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് ധനപരമായ ഉയർച്ച വന്നു ചേരാം. തീർച്ചയായും മഹാലക്ഷ്മി ദേവി ആ വീടുകളിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും നിങ്ങൾ മഹാലക്ഷ്മി ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ്. നിങ്ങളുടെ വീടുകളിൽ കറുത്ത ഉറുമ്പുണ്ട് എങ്കിൽ ഈ ഭാഗത്ത് നിങ്ങൾ കാണുന്നു എങ്കിൽ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം നൽകുന്ന, നിങ്ങൾക്ക് ഓർത്തിരിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന് ആദ്യമേ അർത്ഥമാക്കണം. ജീവിതത്തിൽ പല വിധത്തിലും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. അത് ധനപരമായ നേട്ടങ്ങളാലാകാം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട വിജയങ്ങളാകാം, അല്ലെങ്കിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ അനുകൂലമായ കാര്യങ്ങളാകാം, ആഗ്രഹ സാഫല്യങ്ങളാകാം. ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷം നിങ്ങൾക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളാണ് എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഈ ലക്ഷണം ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ്. മറ്റൊന്ന് പല്ലിയാണ്. പല്ലിയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയാണ്. പ്രത്യേകിച്ചും സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് കാണുകയാണ് എങ്കിൽ ഇരട്ടി ഫലദായകമാണ്. ഈ സമയം അടുക്കളയിൽ പല്ലിയെ കാണുകയാണ് എങ്കിൽ തീർച്ചയായും മഹാലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നും അനുകൂലമായ ഫലങ്ങൾ അത് ധനപരമോ മറ്റു നേട്ടങ്ങളോ ആകാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ സാധിക്കാത്തതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ശുഭകരവും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലവുമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായി കാണുന്ന ലക്ഷണമാണ് ഇത്. ധനനേട്ടങ്ങൾ, ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. മറ്റൊന്ന് പൂച്ചയാണ്. പൂച്ചയെ വീടുകളിൽ കാണുന്നത് പോലും ഏറ്റവും ശുഭകരമായി കണക്കാക്കാം. ആ വീടുകളിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായി മാറും എന്നർത്ഥമാക്കാം. സന്താന ഭാഗ്യം വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി പരാമർശിക്കാം. കൂടാതെ അടുക്കള ഭാഗത്ത് കാണുന്നതിലൂടെ ആ വീടുകളിൽ സാക്ഷാൽ ലക്ഷ്മി നാരായണന്മാരുടെ കടാക്ഷമുണ്ട് എന്നും ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. മറ്റൊരു ജീവിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ആമയാണ്. ആമയെ എപ്പോഴും വീടുകളിൽ കാണണം എന്നില്ല. ഇനി അഥവാ കാണുകയാണ് എങ്കിൽ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുക്കള ഭാഗത്ത് കാണുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും പെട്ടെന്ന് ആ കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ സൂചനയായി പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വാഹനഭാഗ്യം, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ വാഹനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ കടന്ന് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്നർത്ഥമാക്കാം. കൂടാതെ നിങ്ങൾക്ക് വീട് മോടി പിടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ കാര്യങ്ങളുടെ അനുകൂലമായ ഫലങ്ങളുടെ മുന്നോടിയായാണ് ആമ വീടുകളിൽ വരുന്നത്. ലക്ഷ്മി നാരായണ കടാക്ഷം ആ വീടുകളിലുണ്ട് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. മറ്റൊന്ന് കീരിയാണ്. കീരിയെക്കുറിച്ച് പലർക്കും അറിയാം. സാക്ഷാൽ കുബേര ദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നതായ ഒരു ജീവി കൂടിയാണ് കീരി. കീരിയെ നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് കാണുന്നത് ശുഭകരമാണ്. പ്രത്യേകിച്ചും അടുക്കള ഭാഗത്ത് കാണുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ചയ്ക്കുള്ള അവസരങ്ങൾ, ഒന്നിൽ കൂടുതൽ സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരാൻ പോകുന്നു എന്നും നിങ്ങൾക്ക് സന്തോഷവും അതേപോലെ സന്തോഷകരമായ കാര്യങ്ങൾ അത് ധനപരമാണ് എങ്കിലും നിങ്ങളെ തേടിയെത്തും എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ തീർച്ചയായും ഈ പരാമർശിക്കുന്ന ജീവികളിൽ ഏതെങ്കിലും ഒരു ജീവി നിങ്ങളുടെ അടുക്കള ഭാഗത്ത് കാണുകയാണ് എങ്കിൽ തീർച്ചയായും ഏറ്റവും ശുഭകരമാണ്. ഭാഗ്യദേവത നിങ്ങളെ കടാക്ഷിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഭാഗ്യദേവതയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് നിസ്സംശയം പറയാം.